ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ പുതുതായിട്ടൊക്കെ ആരെയും കാണുന്നവരുണ്ട് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ചാനൽ. അതുപോലെ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചോറും കറിയൊക്കെ ആയിട്ട് ഒക്കെ റെഡി ആയിട്ടാണ് മിഷീനിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തയ്ക്കാണ്ട്, അപ്പോൾ അതൊന്ന് കുറേ ദിവസമായി തന്നിട്ട് അപ്പോൾ ഇങ്ങനെ വിളിക്കുമ്പോൾ ഒരു മോശമല്ലേ. അപ്പോൾ കുറേ ആയിട്ടോ തയ്ക്കലില്ല. അപ്പോൾ പിന്നെ കാലുവേദനയൊക്കെ ആയിട്ട് മുട്ടിന് ചെറിയ രണ്ട് മുട്ടും പ്രോബ്ലം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറവുണ്ട്. അപ്പോൾ ഒരു കാലിന് വേദന കുറവായിട്ടോ. ഇനി ഒരു കാലിന് അപ്പോൾ കുറേ ദിവസമായിട്ട് അവർ അടിച്ചങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു മടിയല്ലേ. അവരാണെങ്കിൽ ഞാൻ തന്നെ അടിക്കും വേണം കേട്ടോ. അവർക്ക് തയ്ച്ച് കൊടുക്കണം. അപ്പോൾ എന്തായാലും ഇതാ മാക്സികളാണ്, പിന്നെ കുറച്ച് പർദ്ദ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ കൂട്ടുകാരുടെ വിശേഷങ്ങൾ? സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളൊക്കെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ കിച്ചണിൻ്റെ പരിപാടി, ചോറും കറികളും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് മിസ്സാവുണ്ടാവും അല്ലേ. അപ്പോൾ ഇനി കുക്കിംഗ് വീഡിയോ ചെയ്യാൻ തന്നെ ഒരു ഇഷ്ടം തോന്നുന്നില്ല, എന്താ അറിയില്ല. അതുകൊണ്ട് രാവിലെ വേഗം പണികളൊക്കെ അങ്ങോട്ട് ഒരുങ്ങുന്നുണ്ട് കേട്ടോ. വേഗം ജോലികളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ പണികൾ ഒരുങ്ങുന്നുണ്ട്. മറ്റേത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കിച്ചണിലെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ടൈം പോകും കേട്ടോ. നല്ല സമയം നല്ല ആവുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇതിൽ വന്ന് ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ പോരെ. എന്തെങ്കിലും ഒന്നുമല്ല, നമ്മളെ ജീവിത രീതി ശൈലിയും നമ്മൾ അനുഭവിച്ചതും ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഓരോരോ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ കേട്ട് രസിച്ചിരുന്നോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ മറക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ വ്യൂസൊക്കെ ഒരു 100-200 ആയാലും ആകെ ലൈക്ക് ഇപ്പോൾ അത് 20 21 അങ്ങനെയൊക്കെ ആവണുള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു വരുമാനം വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തുടങ്ങിയതാണ്, അല്ലാതെ ടൈം പാസിനല്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. മാക്സിമം കാണുക, വീഡിയോ ഒന്ന് ഓണാക്കി വെക്കുക. അതൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാണുന്ന ഇഷ്ടമുള്ളവർ കാണട്ടെ അല്ലേ, അല്ലാതെ ഇപ്പോൾ എന്താ പറയുക. അപ്പം എന്തായാലും ഞാനിതൊന്ന് തയ്ച്ച് എടുക്കട്ടെ കേട്ടോ. അപ്പം ഇനി നമ്മളെ വിശേഷങ്ങൾ ഇന്നിപ്പോൾ എന്താ പറയുക, ഏതുവരെ എത്തി നമ്മളെ കഥ? കഥകൾ, ഓരോരോ കഥകളിലേക്ക് കേൾക്കണവർക്ക് എന്നാ ചിരി വരുന്നുണ്ടാവില്ലേ. പക്ഷെ നമുക്കത് ചിരിയൊന്നും വരില്ല കേട്ടോ. നമ്മളതിങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു രസമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇപ്പം എന്താ ഞങ്ങൾ പിന്നെയുള്ള ജീവിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഓല മേഞ്ഞും പുല്ലരിഞ്ഞും ഒക്കെ ആയിട്ടാണ് കേട്ടോ. പിന്നെ ജീവിതം ഇത് തീപ്പെട്ടി കമ്പനിയിലായിരുന്നു ഉമ്മാക്കും എല്ലാവർക്കും ജ്യേഷ്ഠത്തിമാരൊക്കെ വർക്ക് ചെയ്തത്. പക്ഷെ അവിടുത്തെ ക്യാഷ് കൊണ്ട് ഒന്നും തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, തികയില്ല കേട്ടോ. ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരു വരുമാനം വേണമല്ലോ. അന്നത്തെ കാലം എപ്പോഴായാലും നമുക്ക് ജീവിക്കണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു വരുമാനം ഇല്ലാതെ ഒന്നും ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ അമ്മയും ജ്യേഷ്ഠന്മാരൊക്കെ ലീവുള്ള ദിവസം ഞങ്ങൾ ഓല പട്ട വാങ്ങാൻ പോകും കേട്ടോ. ഈ തെങ്ങിൻ്റെ തോട്ടമുള്ള അവിടെ നിന്ന് പോയിട്ട് ഒരു രൂപ 50 പൈസയാണ് ഒരു പട്ടയ്ക്ക്. അങ്ങനെ പട്ട വാങ്ങി നെയ്തിട്ട് അപ്പം തന്നെ നെയ്യില്ല കേട്ടോ. അത് കുറച്ചിങ്ങനെ വെള്ളത്തിലിടണമല്ലോ. പുഴയിൽ കെട്ടാക്കിയിട്ട് ഒരു 10-20 കായരോ കെട്ടാക്കിയിട്ട് വെള്ളത്തിൽ വിട്ടിട്ട് കല്ലൊക്കെ വെച്ച് താഴ്ത്തി വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് എടുക്കാൻ പോകുക കേട്ടോ. എടുക്കാൻ പോകുമ്പോൾ ഞാനും ഉമ്മയും അധികം പോകും, അല്ലെങ്കിൽ ഞാനും ഉപ്പയും പോകും. ചിലപ്പോൾ ഞാൻ എടുക്കൂല കേട്ടോ, എനിക്ക് പൊന്തില്ല, ചെറിയ കുട്ടിയല്ലേ, നല്ല വെയിറ്റ് ഉണ്ടാവും. പട്ടയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ഞാനെടുക്കില്ല. ഞാൻ ചിലപ്പോൾ 2 ഇങ്ങനെ വലിച്ച് കൊണ്ടുവരും, കയ്യിൽ പിടിച്ച് വലിച്ചിട്ടാട്ടോ വീട്ടിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ അതും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ അവിടെ ഒരു പായ ഉണ്ടാക്കുമല്ലോ, പണ്ടത്തെ പുൽപ്പായ കണ്ടിട്ടുണ്ടാവില്ലേ,
അതിൻ്റെ പുല്ല് പുഴയുടെ സൈഡിൽ കൂടെ കുറേ പുല്ലുണ്ട് കേട്ടോ. അപ്പോൾ അതും ഞങ്ങൾ അരിഞ്ഞിട്ട് എടുത്ത് കൊടുന്നിട്ട് അതൊരു 2 ആക്കി ഇങ്ങനെ ചീന്തണം കേട്ടോ. നമ്മൾ ചൂലുണ്ടാക്കണ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ആ ഈർക്കളയൊക്കെ ഇങ്ങനെ ചീന്തണമല്ലോ. ആ പുല്ലിനെ ഞങ്ങൾ 4 ആക്കിയിട്ട് ഉണങ്ങാണ്ട് റോഡ് സൈഡിൽ ഇങ്ങനെ വരിക്കിങ്ങനെ ഇട്ടിട്ട് ഉണക്കിയിട്ട് ഉണങ്ങുമ്പോൾ അത് പറ്റിയെങ്കിൽ ചെറുതാവും, വലിയ കെട്ടാവും കൊണ്ടുവരാം. പക്ഷെ അത് കീറി ഒക്കെ ചെയ്ത് ഉണങ്ങുമ്പോഴത്തേനും ചെറിയൊരു കെട്ടായിട്ട് കിട്ടും. അപ്പോൾ അതിനും എത്ര 5 രൂപ അങ്ങനെ, ഒരു കെട്ടിന് എത്ര 10 രൂപ 20 അങ്ങനെയൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഉമ്മ പാവം നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ചെയ്യാത്ത പണിന്നല്ല, കുറേ വീട്ടു ജോലിക്ക് പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ കുറേ ഇടങ്ങേറായിട്ടുണ്ട്. പിന്നെ പട്ട ഓല അതിൻ്റെയൊക്കെ ബിസിനസ്സാണ്, വലിയൊരു ബിസിനസ്സായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ഇങ്ങനെ. പിന്നെ ഉള്ള പരിപാടി പറഞ്ഞാൽ കൊയ്ത്ത് സമയങ്ങളായാൽ കൊയ്ത് കഴിഞ്ഞാൽ ഈ കറ്റ ഉണ്ടല്ലോ, കറ്റ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നെല്ല് ഇങ്ങനെ ഓരോ കെട്ടാക്കി വെക്കൂലേ, അതാണ് കറ്റ കേട്ടോ. നെല്ല് കൃഷി അന്നൊക്കെ ഇപ്പോഴൊക്കെ പിന്നെ മെഷീൻ അല്ലേ കൊയ്യണതും. അന്നൊക്കെ ഇങ്ങനെ അരിവാൾ കൊണ്ട് അരിഞ്ഞെടുത്തിട്ട് ഓരോരോ ഇങ്ങനെ കെട്ടാക്കി വെക്കും. ഓരോ കെട്ടിന് ഇങ്ങനെ കറ്റ അരിഞ്ഞ് വെക്കുക എന്ന് പറയും. അപ്പോൾ അതൊക്കെ അവർ എടുത്ത് പോയതിന് ശേഷം അതിന് ഇങ്ങനെ ഒന്നോരൊക്കെ ചാടി കതിരുണ്ടാവുമല്ലോ, കതിരിൻ്റെ ഇങ്ങനെ എന്താ പറയുക, നെൽക്കതിര്, അത് പെറുക്കാൻ പോകും കേട്ടോ. അത് പെറുക്കിയിട്ട് ഞങ്ങൾ കുറേ പെറുക്കി ഉണ്ടാക്കും. അങ്ങനെ ഓരോ ചെറിയ കെട്ടാക്കിയിട്ട് ഇങ്ങനെ പെറുക്കി കതിര് പെറുക്കാൻ പോവുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടി പോകും. കുപ്പിയിൽ വെള്ളമാക്കും, അല്ലെങ്കിൽ കഞ്ഞി വെള്ളം ഉപ്പിട്ടിട്ട് അതാക്കും കുപ്പിയിൽ. പിന്നെ അങ്ങനെയൊക്കെ ആക്കിയിട്ട് അങ്ങനെ പോകും, പാടത്ത് പോകും. നല്ല വെയിലാണല്ലോ, അപ്പം തണലൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ കരിമ്പനൻ്റെ ചോട്ടിലൊക്കെ പോയിരിക്കും കേട്ടോ. കരിമ്പന ഇഷ്ടംപോലെ കരിമ്പനയാണല്ലോ, പാലക്കാട് എന്ന് പറഞ്ഞാൽ കരിമ്പനകളെ ഇതാണല്ലോ. അപ്പോൾ അതിൻ്റെ ചോട്ടിലിരിക്കും. ചിലർ അതിൻ്റെ നൊങ്ങൊക്കെ വെട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കഴിക്കും അവിടെ ഇരുന്നിട്ട്. പിന്നെ നെല്ലൊക്കെ പെറുക്കും. അപ്പോൾ ഒരു സൗണ്ട് അപ്പുറത്തെ ചേച്ചി തിരുമ്പാട്ടോ, അതിൻ്റെ സൗണ്ടാണ്. ഇവിടെ നമുക്ക് ഒരു പ്രൈവസി ഇല്ലാത്ത പോലെയാണ്, അപ്പുറം ഇപ്പുറമൊക്കെ ഫുള്ള് ആളാട്ടോ. അതുകൊണ്ട് നമ്മളിങ്ങനെ ക്യാമറ അധികം ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടാണല്ലോ നമ്മളെ ഇതൊക്കെ ഇട്ടത്, കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിരുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ശബ്ദങ്ങളൊക്കെ കേൾക്കണോണ്ടാണ്. അപ്പോൾ ഞാൻ ഇരിക്കണ ഇവിടെ തൊട്ടപ്പുറത്തൊരു വീടുണ്ട്, അപ്പോൾ അവിടുത്തെ ചേച്ചി ഇങ്ങനെ അലക്കണ സൗണ്ടാട്ടോ. അങ്ങനെ നെൽക്കതിരും പെറുക്കും. എന്നിട്ട് അതിങ്ങനെ കൂട്ടി വെച്ചിട്ട് ചാക്ക് കൊണ്ടുപോകും കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ട്സുകളും, ഞാൻ ഇന്നലേറെ പോയിക്കുന്നത് എൻ്റെ താത്തയും ഉമ്മയും വല്യമ്മ അവരൊക്കെ അധികം പോയിങ്ങാണ്ട് ഉണ്ടാക്കി കൊണ്ടുവരിക. അമ്മായിയും ലീവുള്ള ദിവസങ്ങളൊക്കെ അവിടെ കൊയ്ത്ത് നടക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആ കൊയ്ത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ നെല്ല് കിട്ടും കേട്ടോ. അത് കൊടുന്ന് ചവിട്ടി കുഴച്ച് ഉണക്കി ഞങ്ങളത് അരിയാക്കും. നെല്ലിമ മില്ല് കൊണ്ടുപോയിട്ട് അരിയാക്കി കൊണ്ടുവരും കേട്ടോ. അത്രയൊക്കെ കിട്ടും കേട്ടോ. പെറുക്കും, ഒരു കണ്ടൊന്നും അല്ല, ഒരു ദിവസം 2-3 കണ്ടൊക്കെ ഇങ്ങനെ കൊയ്യുമ്പോൾ രാവിലെ പോയാൽ പിന്നെ 4 മണി 5 മണി വരെയൊക്കെ ഞങ്ങൾ കതിര് പെറുക്കും. എന്നിട്ട് പെറുക്കി ഇങ്ങനെ കൂട്ടി ആ ഒരു ചാക്കൊക്കെ ആക്കും നെല്ല്. എന്നിട്ട് അത് പുഴുങ്ങി വലിയമ്മ മുറ്റത്തൊക്കെ അടുപ്പിൽ വെച്ച് പുഴുങ്ങി ഉണക്കി അത് നെല്ല് ഉണക്കിയിട്ട് ചാക്കിലാക്കി കൊണ്ടുപോയി പൊടിച്ച് നല്ല അരിയാക്കി കൊണ്ടുവരും. എന്നിട്ടത് പിന്നെ ആ അരി പുത്തരി ഉണ്ടാന്ന് പറയും കേട്ടോ. അപ്പോൾ പുത്തരി എന്ന് പറഞ്ഞാൽ പുതിയ അരി നമുക്ക് കിട്ടിയ നെല്ല് കൊണ്ട് നമുക്ക് ഫസ്റ്റ് ആ ഒരു കൊല്ലത്തിൻ്റെ ഫസ്റ്റത്തെ അരിയാണ് കേട്ടോ പുത്തരി ഉണ്ടാന്ന് പറയും. എന്നിട്ട് ആ അരി കൊണ്ട് അന്ന് ദിവസം പുത്തരി ഉണ്ടാന്ന് പറയും. അപ്പോൾ ആ അരി ചോറ് അരിയാണ് ചോറ് വെച്ചാൽ അതിൽക്കൊരു പപ്പടം സാമ്പാർ അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു വട്ടത്തിൽ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കട്ടോ. നമ്മളെ സ്വയം പെറുക്കി കൊടുന്ന് പുഴുങ്ങി അരച്ച നെല്ല്, അതാണ് പുത്തിരി ഉണ്ടാന്ന് പറയട്ടോ. പുതിയ നെല്ല് കൊണ്ട് ഒരു വർഷത്തിൽ ഫസ്റ്റ് കിട്ടുന്ന നെല്ല് നമ്മളത് പുത്തിരി ആക്കും, അരിയാക്കിയിട്ട് അത് പുത്തിരി. അങ്ങനെ ചിലർക്കൊക്കെ അറിയുണ്ടാവും, ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അറിയുണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങനെയും കഴിഞ്ഞിരുന്നിരുന്നു. അപ്പോൾ അരിക്ക് അങ്ങനെ നെല്ലിൻ്റെ സമയങ്ങൾ കൊയ്ത്തൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് അരിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അല്ലാത്ത സമയങ്ങളൊക്കെ ഇങ്ങനെ 1 കിലോ 2 കിലോനൊക്കെ അരി വാങ്ങുന്നത് റേഷൻ കടയിൽ നിന്നും പിന്നെ അത്രയൊന്നും കിട്ടാറില്ലല്ലോ. അന്നും റേഷൻ കടയിൽ നിന്നും അധികം ഒന്നും അരിക്കണം, കുറച്ചല്ലേ കിട്ടുള്ളൂ. മണ്ണെണ്ണ കിട്ടും, പഞ്ചസാര
അരി ഒക്കെ കുറച്ച് കിട്ടിയാലും കുറച്ച് ദിവസത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി തന്നെ വേണം. പിന്നെ കടയിൽ അധികം പറ്റാണ് കേട്ടോ വാങ്ങാറ്. പറ്റി വാങ്ങി ആഴ്ചയിലാണ് പൈസ കൊടുക്കുക. ആഴ്ചയിലല്ല, ഇവർക്കൊക്കെ കൂലി കിട്ടുമല്ലോ, ഉമ്മാക്കും വല്യമ്മക്കും അതുപോലെ താത്താർക്കൊക്കെ കൂലി കിട്ടുന്ന സമയമാണ് ശനിയാഴ്ച കേട്ടോ. അപ്പോൾ ആ ശനിയാഴ്ചയാണ് ഞങ്ങൾ കടയിൽ പൈസ കൊടുക്കുക. ഒരു ആഴ്ചത്തെ സാധനങ്ങൾ വാങ്ങിയ പൈസ. ചിലപ്പോൾ ആ പൈസ കൊടുക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നിനും ഉണ്ടാവില്ല. എന്നാലും കടങ്ങളങ്ങനെ വാങ്ങും കേട്ടോ. കടം വാങ്ങി ഒരാഴ്ച ഒക്കെ ആകുമ്പോൾ കൊടുക്കുക. അങ്ങനെയൊക്കെ ഓരോരോ കാലം. പിന്നെ ഇപ്പം അങ്ങനെ ഓരോരോ ബിസിനസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു, പക്ഷെ ഒന്നിലും വിജയിച്ചിട്ടില്ല. പിന്നെ ഇപ്പം അത് ഒരു ദുഷിച്ച ശീലം ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഒന്നിലും ഒരു തേട്ടം ഉണ്ടായിട്ടില്ല. എന്താ വെച്ചാൽ ഇപ്പം ലീവുള്ള ദിവസമൊക്കെ ചീട്ട് കളിക്കുമായിരുന്നു കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ ഒരു കൂടി ഇരുന്നിട്ട് ചീട്ട് കളിച്ചിട്ടൊക്കെ ഇങ്ങനെ പൈസ കുറേ അങ്ങനെ ദൂർത്തടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇപ്പം അങ്ങനെ വീട്ടിലേക്ക് ഉള്ള ചിന്തകൾ ഇപ്പം എൻ്റെ മൈൻഡ് ഇല്ലാതായി. ഞങ്ങൾ വലുതായപ്പോൾ ഇപ്പാക്ക് ഞങ്ങളെ ശ്രദ്ധ കമ്മിയായിട്ടോ. ചെറുപ്പത്തിൽ പിന്നെ അത്ര വലിയ ചിലവുകൾ, വലുതാകുമ്പോൾ നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണം, ഡ്രസ്സായാലും എന്തൊരു സാധനമായാലും നമുക്ക് ഒരുപാട് വാങ്ങാനുണ്ടാവും. അപ്പോൾ എനിക്കൊന്നും ചെറുപ്പത്തിൽ ഡ്രസ്സ് എടുത്ത് ഓർമ്മ തന്നെ അല്ല കേട്ടോ. ഞാൻ വലിയ താത്താക്ക് എടുക്കും. അത് ഓൾക്ക് ഞങ്ങൾ മൂന്നാളും അങ്ങനെ ഇടും. അല്ലെങ്കിൽ പിന്നെ ഉമ്മാൻ്റെ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ഡ്രസ്സ് കൊടുക്കും, പഴയതൊക്കെ കൊടുക്കും. അതൊക്കെ കൊടുന്ന് ഞങ്ങൾ അങ്ങനെ കിട്ടൊരു കാലം. അപ്പോൾ പിന്നെ ഉപ്പാക്ക് അതും ഒരു ചിലവ് കുറവായിരുന്നു. ഉപ്പാൻ്റെ ശ്രദ്ധ കുറയുകയും ചെയ്തു ഞങ്ങളെ മേലുള്ള. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കരുതൽ വേണ്ടേ. ആ കരുതലൊന്നും ഞങ്ങളെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പം ഉമ്മാനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മക്ക് എപ്പോഴും ഓരോ അസുഖങ്ങളാട്ടോ. ഉമ്മക്ക് ഈ TBൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ അതിൻ്റെ മരുന്ന് കുടിച്ചിട്ടും കുറേ ഉമ്മാൻ്റെ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഉമ്മയും കുറേ കാലം ഉമ്മാൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. ഉമ്മാൻ്റെ ആങ്ങളാരും ഇമ്മ ഉണ്ടായിരുന്നു അന്ന്. അവരൊക്കെ കൂടെ നോക്കും, മരുന്ന് വാങ്ങിക്കൊടുക്കും, എല്ലാതും വേണ്ടതൊക്കെ ചെയ്തിരുന്നത് കേട്ടോ. ഇപ്പം അപ്പോഴും വലിയ മെയിൻ്റൊന്നും ചെയ്തിരുന്നില്ല. ഇപ്പം ആദ്യമൊക്കെ നല്ലൊരു തന്നെയായിരുന്നു. പെട്ടെന്ന് ആളാകെ സ്വഭാവമൊക്കെ മാറി. പിന്നെ ഞങ്ങളെയൊന്നും വല്ലാതെ മെയിൻറ്റ് ചെയ്യാതെ ആയി. അങ്ങനെയൊക്കെ ഓരോരോ സംഭവങ്ങളായപ്പോൾ ഒരുപാട് കഷ്ടങ്ങൾ കൂടെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബുദ്ധിമുട്ട് കൂടുതലല്ലാതെ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ എന്തൊരു പെരുന്നാളായാലും എന്താ വന്നാലും ഞങ്ങൾക്ക് അങ്ങനെ ആഘോഷങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരു കുറി പെരുന്നാളിൽ ഒന്നും വെക്കാനില്ലാതെ എന്തായിരുന്നു അന്ന് വെറുംചോറും ഉണക്കമീൻ വറ്റിച്ചതോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഒരു കുറി പെരുന്നാൾക്ക് ഞങ്ങൾ സ്പെഷ്യൽ അതായിരുന്നു. അന്നൊന്നും ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കൊന്നും പരസ്പരം പരാതികൾ പറയാനോ അതിനൊന്നും ഞങ്ങളങ്ങനെ നിൽക്കില്ല. ഏതൊരു കോള് വരുന്നുണ്ട് കേട്ടോ, കുറേ നേരമായി. അങ്ങനെയൊക്കെ ഓരോരോ കാലം ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കും ഇപ്പൊന്നും അതൊന്നും ഓർക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല ആർക്കും. ഒക്കെ മടിയാവും. പക്ഷെ നമുക്കങ്ങനെ കഴിഞ്ഞു പോയ കഥകൾ ഒരിക്കലും മറക്കില്ല. എൻ്റെ മരണം വരെ മറക്കാത്തൊരു സംഭവങ്ങളാണ് അതൊക്കെ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കുഴപ്പമില്ലാതെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഇതല്ലേ. പിന്നെ ഇപ്പോൾ ഉമ്മാനെ പറഞ്ഞിട്ടും കാര്യമല്ല. പിന്നെ ആണുങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ ഇപ്പയും വല്യപ്പയും മാത്രമേ ഉള്ളൂ, ആൺകുട്ടികളില്ല. പിന്നെ ആൺകുട്ടികളൊക്കെ വലുതായി എന്തെങ്കിലുമൊക്കെ പണികൾ നോക്കി ജീവിക്കാമെന്ന് വെച്ചാൽ അതുമല്ലല്ലോ. പെൺകുട്ടികളല്ലേ, മുതിർന്ന് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനും പേടിയാണ്. എന്നാലും എൻ്റെ ജ്യേഷ്ഠത്തിമാർ രണ്ടാളും പണിക്ക് പോകും കേട്ടോ. അപ്പോൾ എല്ലാ പണിക്കും എന്ത് പണിയാണെങ്കിലും പോകും. അങ്ങനെയൊക്കെ ജീവിച്ച ഒരു കാലം. ഇപ്പോഴും അവർ ജോലി ചെയ്തിട്ട് തന്നെയാണ്. ഇപ്പോഴും അവർക്കൊരു വലിയൊരു മെച്ചമൊന്നുമില്ല. ഇപ്പോഴും ജോലി ചെയ്ത് കഷ്ടപ്പാടും ഒക്കെ ആയിട്ട് അനുഭവിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. എന്നാലും ആളുകളെ കുറച്ചിൽ അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു മാറ്റി എങ്ങോട്ടേലും പോയി കഴിഞ്ഞാൽ പറയും, എങ്ങോട്ടാണ് മാറ്റി പോണത് അങ്ങനെയൊക്കെ പക്ഷേ അവനവൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളും അവസ്ഥകളും ഞമ്മക്കല്ലേ അറിയുള്ളൂ. നമ്മൾ എന്തെങ്കിലും ജോലിക്ക് പോകുകയാണെങ്കിൽ തന്നെ ആളുകൾ പല രീതി കണ്ടുകൊണ്ടാണ് കാണുക. അങ്ങനെയൊക്കെ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മൾ കരുതാത്ത കാര്യങ്ങൾ പറയുക, നടക്കാത്ത സംഭവങ്ങൾ പറയുക, അതൊക്കെ ഞാൻ ആരോടും അങ്ങനെ ചോദിക്കാനോ പറയാനോ ഞാൻ പോയിട്ടില്ല ഇതുവരെ. എന്നെ പറഞ്ഞവർ ഞാൻ പഠിച്ചോന് വിട്ടു കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ പഠിച്ചോൻ ചോദിച്ചോളൂ അവരോട് നമ്മളെ അവസ്ഥ. ഇന്നേ വരെ ഞങ്ങൾക്കൊരു ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. നമ്മുടെ കാക്കു പിന്നെ നല്ലോണം നോക്കും കേട്ടോ. എന്ത് വേണമെങ്കിലും കട ആണെങ്കിലും എന്തും ചോദിച്ചാൽ വാങ്ങിക്കൊടുന്ന് തരും ഒക്കെ. ഇനിയും കുട്ടികളൊക്കെ നല്ല കാര്യമാണ്.
അങ്ങനെ ചിലപ്പോൾ ചൂട് സമയത്തൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ 2 പൊട്ടുമൊക്കെ ചെയ്യും. അതെല്ലായിടത്തും ഉള്ളതാണ്. ഇടയ്ക്കൊക്കെ 2 പൊട്ടും. അപ്പോൾ അത് ഞാൻ തന്നെ ചോദിച്ച് വാങ്ങണതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു കുത്തക്കേട് കാട്ടുക ചെയ്താൽ തരും. 2 പൊട്ടിച്ചൊക്കെ ചെയ്യും. അത് പിന്നെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റത്തെ പ്രശ്നമുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പഴയപടി പ്രശ്നം സോൾവായി പിന്നെ ഒന്നാവും. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അള്ളാൻ്റെ അനുഗ്രഹത്തിൽ ഭക്ഷണമായാലും ഡ്രസ്സായാലും എന്തായാലും പഠിച്ചോ അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുണ്ട്. ഒരു വീട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീട് നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. അപ്പോൾ അതൊന്ന് ലെവലാക്കി എടുക്കണം. എങ്ങനെയെങ്കിലും ഈ വാടക വീട്ടിൽ നിന്നൊന്ന് പോയി കിട്ടണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഇനിയും ഒരുപാട് പണികളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബാങ്കിൽ തന്നെ ഉണ്ട് ഒരു സംഖ്യ അടവ്, മാസം നല്ലൊരു സംഖ്യ അടവ് വരുന്നുണ്ട്. അപ്പോൾ ഇനി പെരയ്ക്ക് ഇറക്കാനുള്ള സാഹചര്യമല്ല ഇപ്പോൾ. ക്യാഷ് ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ തന്നെ നമുക്ക് അതിന് പറയണതിന് മടിയൊന്നുമില്ല കേട്ടോ. നമ്മളടുത്ത് ഇല്ലെങ്കിൽ ഇല്ലയെന്ന് തന്നെ പറയണം. കുറേ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പം ഇനി വീട്ടിലേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള ക്യാഷൊന്നുമില്ല. ഇനിയിപ്പോൾ 2-3 കൊല്ലമൊക്കെ ആവും ഈ ഒരു വാടക വീട് തന്നെ. പിന്നെ ഇപ്പോൾ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഇതില്ല. ഒക്കെ ആൺകുട്ടികളാവുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചൊരു ജോലിയാക്കി കൊടുക്കണം. അപ്പോൾ അതാണിപ്പോൾ മെയിൻ വിഷയം. അതുകൊണ്ട് വീടിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അൽഹംദുലില്ലാ എത്ര ആയി കിട്ടിയില്ലേ, നല്ലൊരു വീട് അവർക്ക് വേണ്ടി കയറുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിന് ജീവിക്കാനുള്ള ഒരു വിധി ഇല്ലെങ്കിലും മക്കൾക്ക് നയിട്ടൊരു വീട് ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ അവരത് ശരിയാക്കിക്കോളും എന്നാണ് ഇപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നടക്കുന്നത് കേട്ടോ. അല്ലാതെ ഇനിയിപ്പോൾ വേഗം അത് നല്ല മോടിയൊക്കെ പിടിപ്പിച്ച് എനിക്കതിലിങ്ങനെ സുഖിച്ച് ജീവിക്കണം എന്നൊന്നും എനിക്ക് ആഗ്രഹമല്ല. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി. അസുഖങ്ങളോ വലിയ വലിയ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ, ഒരുപാടും ഇല്ലെങ്കിലും അന്നാന്ന് ജീവിക്കാനുള്ള വക കിട്ടിയാൽ മതി. അത്രേ ആഗ്രഹമുള്ളൂ. പിന്നെ ഇപ്പം നമ്മളെ യൂട്യൂബിൻ്റെ കാര്യം പറഞ്ഞാൽ അതൊരു വലിയൊരു പ്രതീക്ഷയൊന്നുമില്ല. ആവുകയാണെങ്കിൽ ആവട്ടെ, അല്ലെങ്കിൽ അങ്ങനെ പോവുക. അപ്പോൾ ഇതിൽ മെച്ചം എന്താണെന്ന് വെച്ചാൽ കുറേ നമുക്ക് ഫ്രണ്ട്സുമാരെ കിട്ടി. കുറേ എവിടെയൊക്കെയോ ഇരിക്കണ കുറേ ഫ്രണ്ട്സുകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കമൻറ്റും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എത്രയോ വർഷത്തെ അടുപ്പുള്ള പോലെയാണ് ഓരോരോ കമൻറ്റും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഓരോരോ കമ്പനികളാണ്, കൂട്ടുകെട്ടാണ്. കുറേ യൂട്യൂബിലെ ഫ്രണ്ട്സായാലും നാട്ടിലുണ്ട് എനിക്കതുപോലെ ഫ്രണ്ട്സുകൾ. അവരെങ്ങനെ ഡെയിലി വിളിക്കും, വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാൻ എടുക്കാത്തൊരു ഇതേ ഉള്ളൂ. ഡെയിലി വീഡിയോ കോൾ ചെയ്യും ഒക്കെ ചെയ്യട്ടോ. പക്ഷെ നമ്മളത് എടുക്കണില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പണിത്തിരക്കിലാവും. പിന്നെ ഇപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളായാൽ എന്തെങ്കിലുമൊക്കെ വീട്ടിലവിടെ തേക്കാനോ അതിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചിലപ്പോൾ താഴത്തുനിന്ന് മണൽ മേലെ കയറ്റിയിടണമല്ലോ. അപ്പോൾ ഇനി ഒരു കയറ്റുകൂലി കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും മക്കളും മാത്രം അങ്ങനെ ഇത് കൂളിങ്ങനെ വരിക കേട്ടോ. ഞാനും മക്കളും പോയിട്ട് മണലൊക്കെ അങ്ങനെ കോരിയിടും ഒക്കെ ചെയ്യും. അപ്പം ഇനി നമ്മൾ സംസാരിച്ചിരുന്ന് തൈക്കൽ നടക്കണില്ല കേട്ടോ. അപ്പോൾ കഥകളും പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെയാണ് മക്കളെ നമ്മുടെ ജീവിത കഥകൾ കേട്ടോ. ഇനിയുണ്ട് ഒരുപാട് വിഷമങ്ങൾ നിറഞ്ഞ കഥകൾ. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഞാൻ തന്നെ കരഞ്ഞു പോകും കേട്ടോ. എനിക്ക് തന്നെ ചങ്കടറും. പിന്നെ ഇപ്പം എന്താ പറയാൻ, ഇനി ബാക്കി നാളെ പറയാല്ലേ. ഇനിയിപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ കതിര് പെറുക്കിയിട്ടും പിന്നെ പുല്ലരിഞ്ഞിട്ടും ഓല മടഞ്ഞിട്ടും ഒക്കെ ജീവിച്ചിരുന്ന കാലം. അപ്പോഴൊക്കെ ഞാൻ നല്ല കുട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലൊന്നും കേട്ടില്ല. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ല തുടത്തി. ഒന്നും ഞങ്ങളാരും ഒന്നും ചോദിക്കാറില്ല കേട്ടോ. വാശി പിടിച്ച കാലം പറഞ്ഞാൽ ബുദ്ധി ഇക്കാത്തൊരു കാലമല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ കുട്ടികളല്ലേ, കുട്ടികൾക്ക് അറിയില്ലല്ലോ. ഇല്ലാകിയും വല്ലാകിയും കുട്ടികൾക്ക് അറിയില്ല. പിന്നെ ഉമ്മ ഒരു പാവയായിരുന്നു ഞങ്ങളമ്മ കേട്ടോ. എല്ലാതും ഇപ്പൊക്കെ നല്ലോണം അടിച്ചിരുന്നു ഉമ്മാനൊക്കെ ചെറുപ്പത്തിൽ. അങ്ങനെയൊക്കെ ഓരോരോ കാലം. അതൊക്കെ ഇങ്ങനെ സഹിച്ചിരിക്കും ഉമ്മ. എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ എഴുതിയിട്ട് ഉമ്മ ചിലപ്പോൾ തെറ്റിപ്പോവാനൊക്കെ നിൽക്കും. ഉമ്മാൻ്റെ വീട്ടിലേക്ക് തെറ്റിപ്പോവാനൊക്കെ നിൽക്കുമ്പോൾ വല്യമ്മയും ഇപ്പം ഞങ്ങളെ പിടിച്ചേക്കും. 3 കുട്ടികളെ പിടിച്ചേക്കും. അപ്പം അമ്മ പോവില്ല. ഞങ്ങളില്ലാതെ ഉമ്മാക്കൊരു ലോകം ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാതും സഹിക്കും, ജീവിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്നാൽ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക, ലൈക്കും സബൊക്കെ ചെയ്യുക. പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാമല്ലേ നമ്മളൊന്നും. അപ്പോൾ
വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നതായിരിക്കും. ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും.